ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടിയത് മാരീഡിൽ വെച്ചാന്ന് പറഞ്ഞു. ആദ്യം ആരായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞത്? അതെന്തുകൊണ്ടായിരുന്നു? ഒരാളോട് പ്രണയം തോന്നുമ്പോ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ഒരു കാരണം എന്നോട് വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റിൽ ആവാൻ നോക്കുകയായിരുന്നു. നമുക്ക് ഭയങ്കര ഭംഗിയുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു. അപ്പോൾ അറിയുന്ന പുള്ളിക്കാരി ചിന്തയാണെന്ന് പിന്നെ പ്രപ്പോസ് ചെയ്യുന്നു അല്ലേ? ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ നടന്നത്? എൻ്റെ മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ. ശബരിചേട്ടന സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം എത്തണേ ഉള്ളൂ. കുറേ ടെൻഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടു. നമ്മുടെ ക്യാമറ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും കൂടെ ഇല്ല. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം 2 ചെയ്തേക്കുന്ന ഡീനായി അത് ഇന്നലെ രാത്രി നമ്മൾ നേരിട്ട് കണ്ടുപോലും ചെയ്യാണ്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് അയച്ചത്. നാളെ സെറ്റ് ചെയ്യണ്ടേ? എങ്ങനെ കല്യാണത്തിന് ആൾക്കാരൊക്കെ ക്ഷണിച്ച ആൾക്കാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഈ ഹൽദി പ്രോഗ്രാം ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കായൽക്കരുത്താണ് നടത്തുന്നത്. അത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു? അതാകുമ്പോഴേ എന്തെങ്കിലും പാടാണ്. അതുകൊണ്ട് കാലത്തിന് നോക്കി കണ്ടുപിടിച്ചു. ലാലേട്ടനായിരുന്നു ആദ്യം ഇൻവൈറ്റ് ചെയ്തത്. ലാലേട്ടൻ വരുമോ? സുരേഷ് സാർ എൻ്റെ അറിവിൽ സുരേഷ് സാർ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അപ്പോൾ സാർ എന്തായാലും വരേണ്ടതാണ്. സാർ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ കല്യാണം നടത്തി പറ്റും. പക്ഷെ എല്ലാവരും വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ? സാർ എന്തായാലും വരും. എനിക്ക് എല്ലാവരും വരും. കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആവണം. നിങ്ങളൊക്കെ എങ്ങനെ? അതിലായിട്ട് നമ്മള് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ബാക്കി വീണ്ടും ജോലി തുടങ്ങണം. മുമ്പേ പടർക്ക് ഇങ്ങനെ ഉടനെ നമ്മള് ചില പരിപാടികളൊക്കെ ഉണ്ട്. അതെ, ഈ സ്ഥലം തേടി കണ്ടുപിടിച്ചോ? ഹണിമൂന്നുള്ള സ്ഥലമൊക്കെ തേടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? തേടാനൊന്നും കിട്ടിയില്ല. ഭയങ്കര എളുപ്പം. സിംഗപ്പൂർ, അത് കഴിഞ്ഞ് മാൽഡീവ്സ്. മലേഷ്യ, മാൽഡീവ്സ്, ദുബായ്. വളരെ സിമ്പിൾ. അപ്പുറത്ത് പിന്നെ ഞങ്ങൾ എന്തായാലും UK പോകും. ഞങ്ങളുടെ സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ കുറച്ച് പേരുണ്ട്. ചേട്ടന് ശ്രീവിദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചോദിച്ചാൽ പറയാം. നമുക്ക് അന്നെന്ത് സ്വാഭാവികം കോസ്റ്റ്യൂം എടുത്തു ശ്രീവിദ്യയില്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.